കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലെ ഹെവി സെൽ ഓഫിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി കാണാൻ സാധിക്കുകയും ഇൻഡെക്സ് 0.4% ഉയർന്ന് 22,050 മുകളിൽ 22,055 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റിയിലും സെൻസെക്സിലും പോസിറ്റീവ് ക്ലോസിംഗ് വന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം ബാങ്ക് നിഫ്റ്റി IT പോലുള്ള ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1421 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റവും 803 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു. 22,794 എന്ന ലെവലിൽ നിന്നും മാർക്കറ്റ് തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കെ ഇന്നാണ് നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് കാണാൻ സാധിച്ചത്. അതേസമയം 21,700, 21,800 തുടങ്ങിയ ലെവലുകൾ വരും സമയങ്ങളിലും സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 22,100, 22,250 തുടങ്ങിയ ലെവലുകളായിരിക്കും ഇനി പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം ഇന്ത്യ വിക്സ് കഴിഞ്ഞ 12 ട്രേഡിംഗ് സെഷനുകളിലായി തുടർച്ചയായി ഉയരുന്നതും ഇന്ത്യ വിക്സ് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 18.46 ട്രേഡ് ചെയ്യുന്നതും മാർക്കറ്റിൽ നിലനിൽക്കുന്ന അൺസർട്ടനിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അപ്കമിംഗ് ലോക്സഭാ ഇലക്ഷൻ മാർക്കറ്റിൽ സൃഷ്ടിക്കുന്ന അൺസർട്ടനിറ്റി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വളരെ കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് BPCL ഇന്ന് 4% ഇൻട്രാഡേയിൽ ഉയർന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും 1:1 എന്ന റേഷ്യോയിൽ കമ്പനി പ്രഖ്യാപിച്ച ബോണസിൻ്റെ പശ്ചാത്തലത്തിലുമാണ് BPCL എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം പല സ്റ്റോക്കുകളിലും പ്രകടമായിരുന്നു. മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പോളിക്യാബ് ഇൻട്രാഡേയിൽ 7% ഉയർന്നു. മണപ്പുറം, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ RBIയുടെ അഡ്വൈസറി ക്ലാരിഫിക്കേഷൻ്റെ പശ്ചാത്തലത്തിൽ 5% ഉയരുകയും ഡോക്ടർ ലാൽപത് ലാബ് ഹെൽത്തി ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രാഡേയിൽ 5% ഉയരുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 1.62% ഉയർന്ന് 1,047 ക്ലോസിംഗ് നൽകി. 3.84 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.44, ഡിവിഡൻഡ് yield 0.19%, 52 വീക്ക് ഹൈ 1065, 52 വീക്കിലോ 504. വെഹിക്കിൾ ഡിമാൻഡ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റും റവന്യൂവും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പ്രധാന ഹൈലൈറ്റ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 222% ഉയർന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ 5,407 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ 17,407 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ റവന്യൂ 13% വർദ്ധിച്ച് 1,05,932 കോടിയിൽ നിന്നും 1,19,986 കോടിയായി ഉയർന്നു. മാർക്കറ്റ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റിൽ 33% വർധനവും 7,084 കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ മാർക്കറ്റിൻ്റെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അതേസമയം ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. 15% വളർച്ചയും 1,22,088 കോടിയുടെ റവന്യൂവുമാണ് മാർക്കറ്റ് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ടാറ്റ മോട്ടോഴ്സിൻ്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 13% വളരുകയും 1,19,986 കോടിയുടെ റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് 479 കോടിയിൽ നിന്ന് 37,764 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത കമ്പനിയുടെ ഹയസ്റ്റ് എവർ റവന്യൂവും ഹയസ്റ്റ് എവർ പ്രോഫിറ്റും ഫ്രീ ക്യാഷ് ഫ്ലോയും നമ്മൾക്ക് ഈ ക്വാർട്ടർലി റിസൾട്ടിൽ കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ ഇന്ത്യയിലെ ബിസിനസ്സിനെ ആൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആക്കിയിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി എൻ്റയർ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിസിനസ്സിനെ ഡെപ്റ്റ് ഫ്രീ ആക്കുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്ക് മുകളിലുള്ളത്. ഇനി ഡൊമസ്റ്റിക് ഡിമാൻഡിലും വളരെ വലിയ വർധനവ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വെഹിക്കിൾസിന് ഡൊമസ്റ്റിക് ഡിമാൻഡിലും വളരെ വലിയ വർധനവ് കാണാൻ സാധിച്ചു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ ഹോൾസെയിൽസ് 11.5% വർദ്ധിച്ച് 69,599 നിന്നും 77,521 യൂണിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് ഡിസ്പാച്ച് 12% വർദ്ധിച്ച് 68,514 യൂണിറ്റിൽ നിന്നും 76,399 യൂണിറ്റിലേക്ക് ഉയർന്നു. ഇവിടെ സ്ട്രോങ് വെഹിക്കിൾ സെയിൽസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
ഹോൾസെയിൽസിലായാലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഡിസ്പാച്ചിലായാലും വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടൽ ഹോൾസെയിൽസിൽ 11.5% വളർച്ചയും ടോട്ടൽ വെഹിക്കിൾസിൻ്റെ ഡൊമസ്റ്റിക് ഡിസ്പാച്ചിൽ 12% വളർച്ചയും കമ്പനി കൈവരിച്ചു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹6.20 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്യാഷ് കൗവും UK സബ്സിഡറിയായ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെയും ഫിനാൻഷ്യൽ പെർഫോമൻസ് മികച്ചതാണ്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ Q4 ഫിനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിച്ചാൽ അവിടെ 11% വളർച്ചയുണ്ടായിട്ടുണ്ട്. 7.9 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q4. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ റവന്യൂ 27% വർദ്ധിച്ച് 29 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ടായി മാറിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 8.5% വളർച്ച കമ്പനി കൈവരിച്ചു. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ എബിറ്റ് ഇയർ ഓൺ ഇയറിൽ 9.2% ഉയരുകയും ചെയ്തു. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ഡിമാൻഡ് ഇൻടാക്റ്റ് ആയിരിക്കും എന്നാണ് ടാറ്റ മോട്ടോഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്ട്രോങ് ഹീറ്റ് വേവും ഇലക്ഷനിലെ എക്സ്ട്രീനിയസ് ഫാക്ടേഴ്സുമൊക്കെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും എന്ന് കമ്പനി അനുമാനിക്കുന്നു. ഇതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ എബിറ്റ മാർജിൻ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഡബിൾ ഡിജിറ്റ് എബിറ്റ മാർജിൻ കാണാൻ സാധിക്കും. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനി പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 1050 റെസിസ്റ്റൻസ്. 1050 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 1100, 1125, 1180 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 980 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. റീസെൻ്റ്ലി ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് 950 എന്ന സപ്പോർട്ടിനും 1080 എന്ന റെസിസ്റ്റൻസിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഈ റേഞ്ചിൽ ഒരു ചെറിയ ബ്രേക്കൗട്ട് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്